ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൺമണിയും കൃഷ്ണനും കൂടി പൊന്നെ വീട്ടിലേക്ക് പോയിട്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവിടെ അയ്യപ്പനും അതുപോലെ തന്നെ വാസുകിയും കൂടി സംസാരിക്കുന്നുണ്ട്. വാസുകി, നീ ഒരു കാര്യം അറിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ നമ്മുടെ രാജാവും രാജ്ഞിയും വരുന്ന കാര്യമല്ലേ, തീർച്ചയായും ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആ ഗുണ്ട വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജോലിയും എല്ലാം നഷ്ടപ്പെടും. കേണൽ സാറിനെ വകവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ഒന്നും കൊണ്ട് നീ പേടിക്കേണ്ട അയ്യപ്പ, അവർ വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് വാസുകി പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണിയും കൃഷും കൂടി അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കൂടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഈ കൃഷ്ണനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ സ്നേഹം പങ്കിടാമെന്നല്ലേ പറഞ്ഞത്. ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഒന്നായി കൂടിയെന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം തന്നെ അവിടുത്തെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണി കൃഷ്ണനോട്. അതിനുശേഷം തന്നെ അവർ പെട്ടെന്ന് തന്നെ കേരള സാറിൻ്റെ വീട്ടിലേക്ക് വേഗം എത്താനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ ആ ഗുണ്ട വന്നിട്ട് അയ്യപ്പനെയും വാസുകിയും തല്ലി ചതയ്ക്കുന്നുണ്ട്. ഒപ്പം കേരള സാറിനെയും അവിടെയുള്ള എല്ലാവരെയും അടിച്ചൊതുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണൻ കൺമണി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഒരു ദേവദൂതന്മാരെ പോലെ രണ്ടുപേരും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് കേട്ടോ ഇപ്പം കൃഷ്ണൻ കൺമണി അവിടെ എത്തിയിരിക്കുന്നത്. ഇനി തുടർന്ന് നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇനിയുള്ള എപ്പിസോഡിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ കഴിയുന്നത് കേട്ടോ.